ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 6.2ലെ 3rd ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ് ഇൻ ഫിഗർ 6.25 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇഫ് PQ പാരലൽ ST ആംഗിൾ PQR is equal to 110 degree and angle RST equal to 130 degree. Find angle QRS ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രോ എ ലൈൻ പാരലൽ ടു ST ത്രൂ ദ പോയിന്റ് R. STക്ക് പാരലായിട്ട് ആറിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ PQRന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്, 110 ഡിഗ്രിയാണ്. അതുപോലെ RST ഇത് 130 ഡിഗ്രിയാണ്, 130 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഗിവൺ തന്നിട്ടുള്ളത് PQ പാരലൽ ST ആണ്. PQ പാരലൽ ST ഇതാണ് PQ STക്ക് പാരലാണ്. അതുപോലെ ആംഗിൾ PQR ഈക്വൽ ടു 110 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ RST ഈക്വൽ ടു 130 ഡിഗ്രി. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആറിൽ കൂടി RU എന്നൊരു ലൈൻ വരച്ചു. ആ ലൈന് STക്ക് പാരലായിരിക്കും. ഇനി SRU, ഈ ആംഗിൾ SRU എന്ന ആംഗിളും RST എന്ന ആംഗിളും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കാരണം STയും RUയും പാരലാണ്. അപ്പോൾ 130 ഡിഗ്രി പ്ലസ് ആംഗിൾ SRU ഈക്വൽ ടു 180 ഡിഗ്രി. അതിന്റെ റീസൺ കോ ഇന്റീരിയർ ആംഗിൾ. അപ്പോൾ ആംഗിൾ SRU ഈക്വൽ ടു 180 മൈനസ് 130 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ SRU ഈക്വൽ ടു 50 ഡിഗ്രി. അത് നമുക്ക് പേരിൽ മാർക്ക് ചെയ്യാം, 50 ഡിഗ്രി. ഇനി ആംഗിൾ QRU നോക്കുക. ഈക്വൽ ടു ആംഗിൾ QRU ഈ മൊത്തം ആംഗിൾ ആണ്. ഈക്വൽ ടു അത് ആംഗിൾ PQR ആണ്. കാരണം ഇതൊരു ഈ PQവും ഈ RUയും ഈ ലൈൻ നീട്ടി വരച്ചാൽ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ PQRും QRUവും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇതിന്റെ റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതിൽ PQR 110 ഡിഗ്രി നമുക്കറിയാം. അപ്പോൾ PQRും QRUവും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ QRU ഈക്വൽ ടു അത് 110 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് QRS ആണ്. therefore ആംഗിൾ QRS ഈക്വൽ ടു ഇത് മൊത്തം 110 ഡിഗ്രിയാണ്. അതിൽ SRU 50 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ QRU മൈനസ് ആംഗിൾ SRU ഈക്വൽ ടു QRU 110 ഡിഗ്രി, 110 മൈനസ് SRU നമുക്ക് കിട്ടി 50 ഡിഗ്രിയാണ്, 50 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ QRS ഈക്വൽ ടു 60 ഡിഗ്രി എന്ന ആൻസർ കിട്ടി.